ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോം സ്റ്റുഡിയോയുടെ ഈ ഒരു ഫ്രഷ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ ഭയങ്കര റെയർ ആയിട്ടുള്ള ഡിഷൊന്നുമല്ല, എല്ലാവർക്കും തന്നെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ചെയ്ത് നോക്കി എന്നേ ഉള്ളൂ. അപ്പോൾ കടല ഫ്രൈ ആണ് ഇന്നത്തെ ഡിഷ്. ഞാൻ സാധാരണ കടലക്കറി ഉപയോഗിച്ചിട്ടുണ്ട്, ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, പക്ഷേ വറുത്തരച്ചും അല്ലാതെയൊക്കെ. ഈ ഒരു ഡിഷിനെ പറ്റി കേട്ടപ്പോൾ ഞാൻ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് പഠിച്ച് ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സാധാരണ അങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ പാളിപ്പോറാണ് മതി, ഇത് പക്ഷേ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ മിക്കവാറും ഇത് തന്നെയാണ് കടലയ്ക്കും ചോറിനൊക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു ഡിഷാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞു മോൾക്ക് വരെ ഇഷ്ടമാണത് ആ ഒരു ഡിഷ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ഡിഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നേരെ വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ നമ്മൾ തലേ ദിവസം കുതിർക്കാനിട്ട കടല രാവിലെ എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് മാറ്റുക. അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ഇത്തിരി കൂടുതൽ ചേർക്കണം, കാരണം വേവിക്കാൻ ഉപയോഗിച്ച വെള്ളം നമ്മൾ ഊറ്റിക്കളഞ്ഞിട്ട് കടല മാത്രമാണ് എടുക്കണം, ഫ്രൈ അല്ലേ ഉണ്ടാക്കണേ. അപ്പോൾ ഇത്തിരി കൂടുതൽ ഉപ്പിടുക, ഉപ്പ് കടലയിൽ പിടിച്ചിട്ടുണ്ടാകണം. എന്നിട്ട് കുക്കറിലേക്ക് മാറ്റുക, ആവശ്യത്തിന് വെള്ളം ചേർക്കുക. എന്നിട്ട് ഒരു 3 വിസിൽ വരെ ഫുൾ ഫ്ലെയിമിലും, അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 4 വിസിൽ വരെ ചെറിയ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളക്, 1 പച്ചമുളക് 2 പച്ചമുളക് എടുക്കുക എരിവിനനുസരിച്ച്, ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത്, അതുപോലെ കറിവേപ്പില, സവാള ആവശ്യത്തിന് പൊടിയായിട്ട് അരിഞ്ഞത്. ഇത്രയാണ് വേണ്ടത്. പൊടികൾ വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് മസാല, പിന്നെ പെരിഞ്ജീരകം, ഇത്രയും ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെക്കാം. അതിലാവശ്യത്തിന് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ലത്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കടുകിട്ട് പൊട്ടുമ്പോഴത്തേന് പെരിഞ്ജീരകം കൂടി ഇടുക. അതും കൂടി പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുക. ഏകദേശം നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ, ചുമ്മാ ഒന്ന് വഴറ്റിയാൽ പോരാ, ഇത്തിരി ഒന്ന് ഫ്രൈ ആയി വരണതാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. ചെറിയ ബ്രൗൺ നിറം വന്ന് തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് പച്ചമുളക് ചേർക്കുക. പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷം നമ്മുടെ കയ്യിൽ വറ്റൽമുളക് ഇരിപ്പുണ്ടെങ്കിൽ ഒരു 2-3 വറ്റൽമുളക് മുറിച്ച് ഇടാവുന്നതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഈ പച്ചമുളക് ചേർത്തതിന് ശേഷമാണ് കേട്ടോ വറ്റൽമുളക് ചേർക്കേണ്ടത്. വറ്റൽമുളക് ഒന്ന് മൂപ്പിച്ച് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇടുക. അതും കൂടി ഒന്ന് ഇട്ട് വഴറ്റി ഒന്നെടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. സവോള ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനകത്തേക്ക് ലേശം ഉപ്പും കൂടി, നമ്മുടെ കടലയിൽ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് വേണം കേട്ടോ ഇടാനായിട്ട്. ലേശം പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് തീ കൂട്ടി വെക്കാം കേട്ടോ. നമുക്ക് സ്റ്റൗവിൻ്റെ അടുത്തുനിന്ന് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീ കൂട്ടിയിട്ട് ഇളക്കി എടുക്കാൻ പറ്റും. കരിഞ്ഞു പോകണ്ടെന്നാൽ മതി, കാരണം ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ നമ്മൾ ഇതിനിട്ട് വഴറ്റണം. ഒന്ന് വെന്ത് വന്നാൽ പോരാ, ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറ് വരണം, അതുവരെ വഴറ്റി എടുക്കാം. ഈ ഒരു കളർ, ഇതാണ് പാകം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഓരോന്നായിട്ടോ ഒരുമിച്ചോ എങ്ങനെ വേണമെങ്കിലും ചേർത്ത് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ലേശം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് നോക്കുക, ഇത്തിരി വെള്ളം ആകാവുള്ളൂ, വെള്ളം കൂടി പോകരുത്. ജസ്റ്റ് പൊടികളൊന്നും നനയാൻ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ അത് ഇളക്കി വറ്റിച്ചെടുക്കണം കേട്ടോ. വെള്ളം ആവശ്യമില്ല, ഡ്രൈ ആയിട്ടുള്ള ഇതാണ് നമുക്ക്. അപ്പോൾ ജസ്റ്റ് പൊടികൾ നനഞ്ഞൊന്ന് കടലയിലേക്ക് പിടിക്കാൻ ആവശ്യമായിട്ട് ഒന്ന് നനച്ചെടുക്കാനാണ് ഇത്തിരി വെള്ളം ചേർക്കുക. ഇളക്കി വെള്ളം വറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന കടലയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇളക്കി നമുക്ക് ആ മസാലയൊന്നും അതിൽ പിടിക്കണം. അതിനുശേഷം നമ്മൾ അടച്ചു വയ്ക്കുക. ഒരു 1/2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് വരെ മൂടി വയ്ക്കുക. അത്ര ആവശ്യമുള്ളൂ, അതിൽ കൂടുതലൊന്നും വെക്കേണ്ട. എല്ലാം നല്ല വെന്ത് പാകത്തിനായിരിക്കണമാണ്. ജസ്റ്റ് മസാല ഇതിലേക്കൊന്ന് പിടിക്കാനുള്ള ടൈം മാത്രം മതി. മൂടി വയ്ക്കുക. അതിനുശേഷം തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷമാണ് ഇനി മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്ന സംഭവം നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, നല്ല പച്ച വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉള്ളൂ. പച്ച വെളിച്ചെണ്ണ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെളിച്ചെണ്ണ എല്ലായിടത്തും പിടിക്കത്തക്ക വിധത്തിൽ നന്നായിട്ട് ഇളക്കുക.
അതിനുശേഷം തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം അത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മൂടി വയ്ക്കാം. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുട്ടിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. വളരെ ടേസ്റ്റിയാണ്. ഓക്കെ.